നിർത്താനാ പറഞ്ഞേ. എവിടെ ഇവിടുത്തെ പൊന്നു തമ്പുരാൻ? ഈ പച്ച മുതലാളി ഇറങ്ങി വാടങ്ങോട്ട്. എന്താ കാണിക്കുന്നത്? മാറി നിക്കണം. തൊട്ടുപോയത് തന്നെ. നിന്റെ ഒക്കെ വാക്ക് കേട്ടടാ എനിക്ക് ഈ ഗതി വന്നത്. നല്ലൊരു ദിവസമായിട്ട് നീ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കല്ലോ. നല്ല ദിവസോ എന്നെല്ലാവരും കേട്ടോ? ഈ നിക്കട ഉണ്ണിയും ദാസനും ഞാനും ഒന്നിച്ചു കഴിഞ്ഞവരാ, അറിയോ? നീ അതൊക്കെ ഇപ്പൊ വിളിച്ചു പോകുന്നേ? നീയൊക്കെ ജോലിക്ക് കയറിയപ്പോ എന്റെ ജോലിക്കാരോട് ഏറ്റുന്നതാ പറഞ്ഞത്. മോനായി മുതലാളി മോളിലുണ്ട്, നീ ചീപ്പാകരുത്. അയാളെ മോളുണ്ടോ? ഒന്നുമില്ല, ഞാൻ ചീപ്പാടാ ചീപ്പ്. എന്റെ വയറ്റിപ്പഴപ്പ് അയാളെ മുട്ടിച്ച് വിടില്ല ഞാൻ. അത് പിന്നെ ഞാൻ നാട്ടില് പൊന്നുമോന്റെ പണവും കാത്തിരിക്കുന്ന ഒരപ്പച്ചനും അമ്മച്ചും കൂടപ്പറപ്പുകൾ എനിക്കുണ്ടാ. അവരെ പണിക്കിടാൻ എനിക്കാവില്ല. എനിക്കിനി മുന്നും പിന്നും നോക്കാനില്ല. എനിക്കിത് രണ്ടിനൊന്നും അറിയണം. ഒന്നില്ലെങ്കിൽ ഈ പച്ചൻ അല്ലെങ്കിൽ ഞാൻ. കൊല്ലും ഞാൻ. എനിക്ക് ജോലി തന്നില്ലേ ആളെ കൊല്ലും ഞാൻ. എടാ ഈ പച്ച ഇറങ്ങി വാറിങ്ങോട്ട്. അല്ല എന്താ എന്താ പ്രശ്നം? ചുമ്മാ അവൻ വെറുതെ വെള്ളം ഒടിച്ചു, ഒരു കാര്യമില്ലാതെ. പ്രശ്നമൊന്നുമില്ല. ഷോ ഇവിടെ വന്ന് തപസിരിക്കല്ലേ? സ്റ്റൈലായിട്ടുണ്ട്. ഒരു തൊപ്പിയും കൂടി വെച്ചാ പാടത്ത് നോക്കൂത്തിയായിട്ട് ഇരുത്താം. താൻ എന്തോടെ കരുതിയേ? കയ്യിൽ കുറെ പണവും ബംഗ്ലാവും കാറും സൂട്ടും കോട്ടും ഒക്കെ മദ്യപിച്ച് നടന്നാ എന്നെ പോലുള്ള പാവങ്ങൾ ഓച്ചാനിച്ച് നിൽക്കുന്നോ? നോ സോറി. ഞാനും കുറച്ചു നാള് തന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിന്നു. ഗതികേട് കൊണ്ട് കാലി പിടിച്ചു. എന്നിട്ട് താൻ എനിക്ക് ജോലി തന്നോ? സ്റ്റോൺ ഹാർട്ട്, സ്റ്റോൺ ഹാർട്ട്. ഇപ്പൊ ഞാൻ എന്തിനാ വന്നെന്നറിയോ? തന്നെ കൊല്ലാൻ. എന്താടോ തന്റെ നാവിറങ്ങിപ്പോയോ? താൻ എന്തൊന്നും മിണ്ടാത്ത മുതലാളി? മുതലാളി മുതലാളി ഞാൻ വരട്ടാൻ വേണ്ടി 4 ഡയലോഗ് കാച്ചതാ. ഒരു ചായ എനിക്ക് മുതലാളി. മുതലാളി ഈ മനുഷ്യൻ മരിച്ചിരിക്കാണല്ലോ. കർത്താവേ.
പിറ്റായിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുക. മുതലാളി ഇവിടെ വന്നിരിക്കുക. താഴെ എല്ലാരും തിരക്കാൻ തുടങ്ങി. ഞങ്ങൾ അവരോട് എന്ത് പറയും? കുടിക്കുന്നതിന് മുമ്പ് ഓർക്കണവരും തലയ്ക്ക് പിടിക്കുമെന്ന്. മുതലാളി വന്നേ. എന്താ ദാസാ, ഉണ്ണി, ചതിച്ചോടാ. പറഞ്ഞ പോലെ തന്നെ ചെയ്തു അല്ലേ? എന്തിനായി കടുങ്ക ചെയ്ത്? നിനക്ക് ഭ്രാന്താണോ? എടാ ഞാനല്ല ഇങ്ങനെ കൊന്നത്. സത്യം, എന്നെ വിശ്വസിക്കും. പിന്നെ ശ്രിഞ്ചോ എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കൂടെ സുഖിച്ച് നടക്കണപ്പോ എനിക്ക് സഹിച്ചില്ല. മുഖത്ത് നോക്കി 2 വർത്താനം പറഞ്ഞ് ഒന്ന് വരട്ടാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നത്, മറ്റൊന്നിനല്ല. ഇവിടെ വന്നപ്പോ ഇത് വെച്ച് മുതലാളി ആരോ കൊന്നിരിക്കുന്ന കണ്ടത്. ഞാനത് ഊരിയെടുത്തത്. ഒരാളെ കൊല്ലാനുള്ള ധൈര്യം എനിക്കിട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നീ പറയുന്നൊക്കെ ശരിയായിരിക്കാം. പക്ഷെ താഴെ ഇന്നുകൊണ്ട് നീ വിളിച്ചു കൂവിയതൊക്കെ എല്ലാരും കേട്ടതല്ലേ? ഉണ്ണി, നമുക്കിത് പോലീസിൽ അറിയിക്കാം. നടന്നതെല്ലാം ചെന്ന് തുറന്നു പറയാം. കൊന്നതാരാണെന്ന് അവര് തെളിയിക്കട്ടെ. വേണ്ട, പോലീസിൽ അറിയിച്ച ആദ്യം അകത്താവുന്ന ഇവനായിരിക്കും. പിന്നെ നമ്മളും. ജോലി തരാത്തതിന് ഈ പച്ച മുതലാളിയോട് പകരം വീട്ടിയതാണെന്ന് എല്ലാരും പറയൂ. സാക്ഷി പറയാൻ ഒത്തിരി പേരുണ്ട് ഇവിടെ. ഓഫീസ് സ്റ്റാഫ്, തമ്പി സാറ്. പോരെ, നിഷേധിക്കാൻ പറ്റുമോ നിനക്ക്? തെളിവുകളെല്ലാം നിനക്കെതിരാ. അമ്മച്ചിയാ, നിങ്ങൾ അകത്തേക്ക് വെക്കോ. ചെല്ലേ. കാല് നിലത്തുറയ്ക്കാൻ ഞാൻ ഇങ്ങോട്ട് പോന്നു ഞാൻ അറിഞ്ഞു. അല്ല അമ്മച്ചി, ഇന്നത്തെ ദിവസം മുതലാളിയോട് ഒന്നും സംസാരിക്കണ്ട. സന്തോഷം കാരണം അല്പം ഓവറായി പോയി. വിഷമിക്കണ്ട, തീർന്നു. ഇന്നത്തോടെ എല്ലാം തീർന്നു. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല, ഉറപ്പാ. സത്യമാണോ മോയി പറയുന്നേ? അവനെല്ലാം സമ്മതിച്ചോ? അത് സമ്മതിച്ചോന്ന്? സമ്മതിച്ചു അമ്മച്ചി, എല്ലാം സമ്മതിച്ചു. ഇനി മുതൽ ഞങ്ങൾ മുഴുവൻ ശ്രദ്ധയും മുതലാളിയോട് നേർക്കാം. ശ്രദ്ധിച്ചേ പറ്റൂ, ഇല്ലേ ജീവിതം പാഴായി പോകും. അതാ എന്റെ പേടി. അമ്മച്ചി ധൈര്യമായിട്ട് വീട്ടിലേക്ക് വെക്കോ. ഇനി ഞങ്ങൾ വിചാരിക്കാതെ മുതലാളി ഇരുന്നിടത്ത് നനങ്ങില്ല. ചെല്ലേ. ദാസ, നമുക്ക് എങ്ങനെയെങ്കിലും ഇവനെ രക്ഷിക്കണം. മുതലാളി മരിച്ചിരിക്കുകയാണെന്ന് അമ്മച്ചി പോലും മനസ്സിലാക്കിയിട്ടില്ല. ഇനി ആരും ആ സത്യം മനസ്സിലാക്കിയായിരുന്നു. ഈ പച്ച മുതലാളി മരിച്ചിട്ടില്ല.